ഗായ്സ് നമുക്കിന്ന് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക കളർ കൊടുക്കുക എന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി നമ്മൾ എന്താക്കണം, ഈ ആരോ മാർക്കില്ലേ ഇതാ അവിടെ, ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ഇവിടെ തോണ്ടണം. അതാണ് മൗസ് കേട്ടോ. ഇങ്ങനെ തോണ്ടിയിട്ട് ഈ സാധനത്തിനെ നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് അവിടെ ഇങ്ങനെ മഴവില്ല് പോലത്തെ ഒരു സാധനമല്ലേ, അവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ സ്റ്റാർട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെവിടെ നിൽക്കണേ, ഈ ആരോ മാർക്കിനെ ഇവിടെ കൊടുത്തിട്ടില്ലേ, ഈ മഴവില്ല് പോലത്തേക്ക് അവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കണത്. അവിടെ ഇങ്ങനെ വെക്കണം, ഒരൊറ്റ പ്രസ്സാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിവിടെ പെയിൻ്റ് എടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ തോണ്ടിയിട്ട് ഇതിനെങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിനെങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പെയിൻറ്റിൽ കൊണ്ടുപോകും. പെയിൻറ്റിലേക്ക് എത്തി ഇങ്ങോട്ട് ഒരു ഒറ്റ ഞെക്ക് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒറ്റ ഞെക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ പെയിൻറ്റ് വരും. അപ്പം അതാ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ഒരു സാധനം കാണില്ലേ, ഇതാ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇത്ര പോകുന്നൊരു സ്ക്രീനാട്ടോ കിട്ടുക. എന്നിട്ട് ആ സ്ക്രീനിനെ നമ്മളെങ്ങനെ ആക്കണം, വലുതാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ പിന്നെയും തോണ്ടണം. ഇവിടെ തോണ്ടിയിട്ട് ആ ആരോ മാർക്കിനെ നേരെ ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുവരിക. ഇതാണ്ടോ ഇങ്ങനെ വരുമോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോണുമ്മൊക്കെയല്ലേ ഇങ്ങനെ കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കാണും. എന്നിട്ട് ഇതിനെങ്ങനെ കൂട്ടി കൊടുക്കുക. ഇങ്ങനെ കൂട്ടി കൊടുക്കണ്ടേ, പ്ലസ് ഇല്ലേ. അപ്പോൾ എവിടെ നിൽക്കണിച്ചിട്ട് ആ കൂട്ടണേയും കുറക്കണേൻ്റെ അവിടെ കേട്ടോ. ഇവിടെ അതിനെങ്ങനെ കൂട്ടി കൊടുക്കുക. ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടോ. അപ്പോൾ 400 ആയി. അപ്പോൾ 400 നമുക്ക് വേണ്ട, അത്രയൊന്നും പൈസ നമ്മളെടുത്തില്ല. നമ്മളൊരു പേരുണ്ടാക്കാനാണ് പോകണം. ചെറിയൊരു കുടി, ആ ഒരു കുടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ചെറുതാക്കാം. അപ്പോൾ നമ്മളെന്താക്കണം, നേരെ ഇതിനെ എപ്പുറത്തേക്ക് കൊണ്ടുവരണം. നമ്മളതിനെ ചെറിയ പേര മതി, നമുക്ക് ചെറിയ സ്ക്വയർ ഫീറ്റ് മതി. ടൈൽസ് പണിക്കൊക്കെ വലിയ പൈസ വരും. പിന്നെ അടിച്ചു വരാനും തുറക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പം നമുക്ക് 200 മതി. 200ക്ക് എത്തിയിട്ട് നമ്മളെന്താക്കണം, നേരെ നമ്മൾ ഇവിടെ പോയിട്ടില്ലേ ഹോമിക്ക് തന്നെ വരണം. ഹോമിക്ക് വന്നിട്ട് നമ്മൾ ഇതാക്കണം. ഇങ്ങനെ ഹോമിക്ക് വന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഷേപ്സ് കാണും. ഷേപ്സിലേക്ക് വരണം. അതെങ്ങനെ വരികയെന്നറിയോ, ആരോ മാർക്കില്ലേ, ആ മൗസില്ലേ, ആ മൗസും ഇങ്ങനെ ഞെക്കിച്ച് അതിനങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് ഷേപ്സിലേക്ക് കൊണ്ടിട്ട് വീട് നമ്മളുണ്ടാക്കണം. ഇങ്ങനെ റെക്റ്റാങ്കിൾ തിരഞ്ഞെടുക്കുക. അവിടെ കുറേ ഷേപ്സുകളാണല്ലോ, ആരോ മാർക്ക് മേലേക്ക് താഴേക്ക് സ്റ്റാർസ് ഒക്കെ കാണാമല്ലേ. അതിൽ റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മൾ ഹോമിലേക്ക് വന്നിട്ട് പിന്നെ ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാണ്ടോ, ഇതിവിടെ ഇങ്ങനെ കളേഴ്സ് ഉണ്ട്. ഇതാണ്ടോ കുറേ കളറുകൾ കൊടുക്കുക. നമ്മൾ പണ്ടത്തെ സ്കെച്ച് വേനുണ്ട് നല്ല കളർ കൊടുക്കുക. അതിലൊക്കെ അടിപൊളി കളർ വരും. പണ്ട് മെഴുകൊണ്ടൊക്കെ കളർ കൊടുത്തിന്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം അടിപൊളിയാണ്. ഇങ്ങനെ എഡിറ്റ് കളർ നമ്മളൊരു റെക്റ്റാങ്കിൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മളിങ്ങോട്ട് കൊണ്ടിടണം താഴത്തേക്ക്. ഇങ്ങനെ നമ്മളതിനെ ഇങ്ങനെ ആക്കണം. ചെയ്ത് തരാം കേട്ടോ. റെക്റ്റാങ്കിൾ കൊടുത്തിട്ട് നമ്മളതിനെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഉണ്ടോ വരക്കണ പെര ഉണ്ടോ, ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ പെരൻ്റെ തറായി, ചുമരായി. ഇനി നമ്മൾ മേലേക്ക് വാർക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഓടും വരും. ഓടാണ് എളുപ്പം എന്നൊക്കെ തോന്നുന്നത്. ഇങ്ങോട്ട് അതിന് മേലെ ത്രികോണം ഉണ്ടാക്കണേ. ത്രികോണമല്ലേ നമ്മളെ പണ്ടത്തെ പൊട്ടാക്ടറിൻ്റെ പോലത്തെ ത്രികോണം. പൊട്ടാക്ടറല്ല, മറ്റിങ്ങനെ റാന്നിട്ടൊരു സാധനമല്ലേ, അതിൻ്റെ ഇങ്ങനെ കൂർപ്പുള്ളതിനാണ് ത്രികോണം. അതുണ്ടാക്കണം. ത്രികോണം വരക്കുന്നുണ്ടായതാണോ. ഇങ്ങനെ അതിനെങ്ങനെ വലുതാക്കി കൊടുക്കുക. കുടിയായി, നല്ല കുടിയായി. ഇനി അതിനെന്താക്കണം, 2 ജനലും വാതിലൊക്കെ വെക്കണം. നമ്മൾ ഇരുന്നിട്ടേ ഉള്ളൂ, കാലിനിട്ടാൽ. ഇപ്പം ജനലും വാതിലൊക്കെ പിന്നെ നമ്മൾ വെക്കുള്ളൂ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഡയലോഗില്ല എന്നോടെ. എന്നിട്ട് നമ്മളിങ്ങനെ എന്താക്കും, നമ്മൾ വാതിൽ വെക്കുകയാണ് കേട്ടോ. എന്താണ്ട വാതിലായി. വാവ്, ഒരു കുഞ്ഞു ജനൽ ഇവിടെ ഉണ്ടാക്കും കേട്ടോ. കണ്ടിട്ടോ, വാവ്, ജനലായി. ഇനി പിന്നെ കാക്കനൊക്കെ നമുക്ക് വരക്കാം. അതിൽ ഇങ്ങനെ പറക്കണ കാക്കയൊക്കെ ഇതാണ്ടോ. ഇനി നമ്മൾ പെരക്ക് കള്ളിയിടാൻ പോകണം കേട്ടോ. അല്ലെങ്കിൽ പൂച്ച ചാടൂലേ, ഇത്രയും വലിയ ഓട്ടയിൽ കൂടെ കള്ളനൊക്കെ വരൂലേ. ഉണ്ടാക്കാം. ഇങ്ങനെ വളയാനൊന്നും പാടില്ല കേട്ടോ, നേരനാക്കണം. നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ ആക്കണേ, അല്ലെങ്കിൽ നമ്മൾ നേരനാക്കും. വാവ്, അടിപൊളി. ഇനി പൂച്ച പോയിട്ട് പല്ലി പോലും വരൂല. നമ്മൾ ചെടിച്ചട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. പെരയ ചെടി വേണം, കറിവേപ്പും തൈ വേണം, പിന്നെ മുരിങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇത് നമ്മൾ ചെടിയാണ് കേട്ടോ. ഇതാണ്ടോ ഇങ്ങനെ ചെടി ഉണ്ടാക്കാൻ പോകണം. ഇത് ചട്ടി,
എന്നിട്ട് ഇനി നമ്മൾ കൊമ്പ് ചെടിയൊക്കെ ഉണ്ടാക്കും. ഇതാണോ കണ്ടട്ടോ. എൻ്റെ വള്ളിയൊന്നും ശരിയാകണില്ല, അത് വളഞ്ഞും കൊണ്ട് പോയി. സാരമില്ല, നമ്മൾ എന്താ കോൺട്രാക്ടറെ തെറ്റാണ് അതൊക്കെ. അങ്ങേക്ക് നേരെ പണിയെടുത്തിട്ടില്ല എന്ന് പറയാം. ഇനി നമുക്ക് ക്രിസ്മസ് എല്ലാം വരാൻ പോകണം. അപ്പം നമുക്കൊരു സ്റ്റാർ വരക്കാം. സ്റ്റാറിൻ്റെ ഇതാണ് പൂവാണ് നമുക്കുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ഇനി പെയിൻ്റ് അടിക്കണം. പെരക്ക് പെയിൻറ്റ് വേണ്ടേ? അപ്പം നമ്മൾ എന്താക്കണം, നേരെ പെയിൻറ്റിലേക്ക് പോകണം. എന്നിട്ട് ഇവിടെ പെയിൻ്റ് ഉണ്ട് കേട്ടോ. ഇതാണ്ടോ കളറിൽ നമുക്കൊരു കളർ നമ്മൾ ചുവപ്പായിട്ട് എടുത്തിക്കണത്. ചുവപ്പ് എടുത്തിട്ട് ഓടാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഓടിട്ടിട്ട് ഇതാക്കും. അപ്പം നമ്മൾ ഓട് മേഞ്ഞു ഗൈസ്. ഇനി പേരൻ്റെ ചുമര് പെയിൻ്റ് അടിക്കുകയാണ്. അതിന് നമുക്ക് യെല്ലോ തിരഞ്ഞെടുക്കാം. അത് ഷുക്കൂർ സുന്ദരൻ്റെ വീടാണ്. അപ്പോൾ മഞ്ഞയും ചുവപ്പും. യെസ്, ഷുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, കണ്ണാടി ചില്ല് പോലെ. വാതിൽ കണ്ടോ, വാതിൽ നമ്മൾ ഒരു കാപ്പി കളർ കൊടുത്ത്. ഇനി ജനലിനും കൊടുക്കും. ജനലിൽ നമ്മൾ കാപ്പി കളർ കൊടുത്ത്. കാപ്പി അല്ല